മതേതര ജനാധിപത്യ വിശ്വാസികളെ, ഇതര ആശയത്തിലും ആദർശത്തിലും പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ, ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരെ, ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളികളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും NMVS-ന്റെ 1000 മുഷ്ഫലമായ വിപ്ലവ അഭിവാദ്യങ്ങൾ. ഇന്ന് മതിലകത്തിന്റെ സായം സന്ധ്യയിൽ ഇതുപോലെയുള്ള ഒരു പരിപാടി വെക്കാനുണ്ടായ കാരണം, എന്റെ ശബ്ദം ശ്രമിക്കുന്ന മതിലകത്ത് നല്ലവരായ നാട്ടുകാർക്ക് കുറച്ചീച്ച അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ വലിയൊരു ഉത്സവം നടന്നു. അതായിരുന്നു ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ. ആ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മണ്ണിലുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളും പുതിയതായി പിറവിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുകയുണ്ടായി. അവർ മത്സരിക്കുകയുണ്ടായി. ജനാധിപത്യം എന്ന് പറയുന്നത് യോജിക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമല്ല, തങ്ങൾക്ക് വിയോജിക്കാനുള്ള നിലപാടും കൂടിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ ആ വിയോജിപ്പിന്റെ രാഷ്ട്രീയത്തെ, തങ്ങളുടെ നാടിന്റെ വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ ജനാധിപത്യ സമൂഹത്തിന്റെ മുമ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് പറയാനും ജനങ്ങളോട് സംവദിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടന ഓരോ പൗരന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ വ്യക്തവും കൃത്യവുമായി ഈ രാജ്യത്തിന്റെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതിന്റെ രീതിയിൽ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ. മതിലകം പഞ്ചായത്തിലെ 61 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് വരുമ്പോൾ, ഈ പഞ്ചായത്തിന്റെ ന്യൂനതകളും അതുപോലെ തന്നെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഇലക്ഷൻ തന്നെയാണ് ഈ പഞ്ചായത്തിൽ കടന്നുപോയിട്ടുള്ളത്. നമുക്കറിയാം, മതിലകം പഞ്ചായത്തിലെ ഏകദേശം ആയിരക്കണക്കിന് വോട്ടർമാരുള്ള ഒരു പഞ്ചായത്താണ് മതിലകം പഞ്ചായത്ത്. കാലങ്ങളായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. തങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തില് BJP-കാരനും കോൺഗ്രസ്സുകാരനും SDPI-കാരനും വെൽഫെയർ പാർട്ടിക്കാരനും എല്ലാവരും മത്സരിക്കുകയുണ്ടായി. ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളെയാണ് ജനാധിപത്യത്തിലെ ജനപ്രതിനിധികളെന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിലകത്തിന്റെ രാഷ്ട്രീയ ഭൂമികയില് ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ മതിലകം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പില് വളരെ കൃത്യമായി തങ്ങളുടെ നാടിനാവശ്യമായ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ വികസനത്തെ കുറിച്ച്, അതിന്റെ പോരായ്മയെ കുറിച്ച് ഈ നാട്ടിലെ ഓരോ മനുഷ്യരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയുണ്ടായി. ആ പങ്കുവെച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച്, ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ജനാധിപത്യ സമൂഹം ചർച്ച ചെയ്യുകയുണ്ടായി. പഞ്ചായത്തിന്റെ നേട്ടത്തെ കുറിച്ചുകൊണ്ട് പഞ്ചായത്ത് വികസന ഒരു കരട് പുസ്തകം ഇറക്കുകയുണ്ടായി. ആ ഇറക്കുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുന്ന, തങ്ങളുടെ വികസനത്തെ കുറിച്ച് ജനങ്ങൾക്കറിയാൻ വേണ്ടി കൊടുക്കുന്ന ആ കാഴ്ചപ്പാടിന് ജനങ്ങൾ വായിച്ചപ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴത്തെ പുതിയ 12ാം വാർഡില് മൃഗാശുപത്രിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു കിണറുണ്ട്. ആ കിണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ വികസന പുസ്തകത്തിൽ പറഞ്ഞത്, ആ പറയുന്ന കിണറ് ഞങ്ങൾ നവീകരിച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് വായിക്കുന്ന ജനാധിപത്യ സമൂഹം ഒന്ന് ചിന്തിക്കും. മതിലകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം ആ കിണറിന്റെ രൂപം എന്താണെന്ന്. ജനാധിപത്യ സമൂഹം പോവുകയും ആ കിണറിന്റെ അവസ്ഥയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. ആ പങ്കുവെച്ച കാര്യങ്ങൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ സമൂഹം കണ്ടതാണ്. എങ്ങനെയായിരുന്നു ആ കിണറിന്റെ വികസനം എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങള് നിങ്ങൾക്കറിയാം. ഇവിടെ പണിയുന്ന അംഗനവാടികളാവട്ടെ, റോഡുകളാവട്ടെ, എന്തുമാവട്ടെ, 38 ലക്ഷം രൂപയാണ് ഒരു അംഗനവാടിക്ക് പറയുന്നത്. ഒരു സാധാരണക്കാരൻ
6 ലക്ഷം രൂപക്ക് വീട് വെക്കുമ്പോൾ അംഗനവാടികൾക്ക് പണിയുന്നത് 38 ലക്ഷം. ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് വികസനത്തിന്റെ രൂപരേഖയെ കുറിച്ച്. മതിലകത്ത് ആർക്കാണ് നേട്ടമുണ്ടായത്, ആർക്കാണ് ദോഷമുണ്ടായെന്ന് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ കിണറിന്റെ വിഷയം സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാവുന്നു. പശു മേഖലയിൽ, കാർഷിക മേഖലയിൽ സബ്സിഡി കൊടുക്കുന്നു എന്ന് പറയുന്നത്. ആ സബ്സിഡി കൊടുത്ത ഏതെങ്കിലും ആളുകള്, സബ്സിഡി കിട്ടിയ ഏതെങ്കിലും ആളുകള് മതിലകത്തുള്ള ഏകദേശം 550ഓളം പേരുള്ള ഒരു ഗ്രൂപ്പിനോട് ചോദിക്കുന്നു, സബ്സിഡി കിട്ടിയ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണമേ എന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും പറയുന്നില്ല. ആർക്കാണ് സബ്സിഡികൾ കൊടുക്കുന്നത്, ആർക്കാണ് വികസനം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ അഴിമതിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അങ്ങനെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നുബുസില ശിഹാബ് എന്ന് പറയുന്ന ഒരു സഹോദരി 11ാം വാർഡിൽ മത്സരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന ഇതേ വാർഡിലാണ് ആ സഹോദരി മത്സരിച്ചത്. അങ്ങനെ ആ സഹോദരി മത്സരിച്ചപ്പോൾ ആ സഹോദരിക്കെതിരെ വ്യാപകമായ രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ പറഞ്ഞുണ്ടാക്കിയത് SDP സ്ഥാനാർത്ഥിയാണെന്നാണ്. SDP രാഷ്ട്രീയ പരിപാടി കണ്ട ഒരു ബന്ധം പോലും ആ പറയുന്ന സഹോദരിക്കില്ല. ഇന്ന് വരക്കും ഒരു SDP പരിപാടിയിൽ പോയി പങ്കെടുക്കുകയോ ഒരർത്ഥത്തിലുമുള്ള ബന്ധമില്ല. എന്താണ് കാരണം? ചിത്രം വളരെ വ്യക്തമാണ്. തങ്ങളുടെ ആധിപത്യത്തിന് കുറെ കാലമായി ഞങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന മതിലകം എന്ന് പറയുന്ന തങ്ങൾ അവർ വിശേഷിപ്പിക്കുന്ന ചെങ്കോട്ട എന്ന് പറയുന്ന ഈ മതിലകം പഞ്ചായത്തില് 400 വോട്ടിനടുത്തും 500 വോട്ടിനടുത്തും ജയിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രാവശ്യം മതിലകം പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഒരു 30 വോട്ടുകൾക്കും അപ്പുറത്ത് 8ാം വാർഡില് ഈ പറയുന്ന വാർഡില് ഏകദേശം 20-28 വോട്ടുകൾക്കുമാണ് വിജയം വന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം LDF കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഡെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2993 വോട്ടിന്റെ ഭൂരിപക്ഷം LDF മതിലകം പഞ്ചായത്തിന്റെ ബ്ലോക്ക് പരിധിയിലുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനില് LDF ഭൂരിപക്ഷം വെറും 200 ചില്ലാൻ വോട്ടുകളിൽ ഒതുങ്ങുന്ന രാഷ്ട്രീയത്തിലേക്കാണ് ആ പാർട്ടി എത്തിപ്പെട്ടത്. എന്തുകൊണ്ടെന്നാണെന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു 85 വയസ്സുകാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മതിലക സെന്ററിൽ വന്നിട്ട് ഒരു സഖാവിനോട് ചോദിക്കുന്നു, സഖാവ് നമ്മളുടെ വോട്ടുകളൊക്കെ എങ്ങിട്ട് പോയി എന്ന്, നമ്മളുടെ വോട്ടുകളൊക്കെ എങ്ങിട്ട് പോയി എന്ന് ഒരു സഖാവ് മറ്റൊരു സഖാവിനോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളുടെ രാഷ്ട്രീയ തിട്ടുവരങ്ങൾക്കും നിങ്ങളുടെ രാഷ്ട്രീയ വാറോലകൾക്കും കാത്തിരിക്കുന്ന ഒരു സമൂഹമല്ല മതിലകം സമൂഹമെന്ന് വളരെ കൃത്യമായി ഇടതുപക്ഷക്കാരും മനസ്സിലാക്കി വെക്കേണ്ടത് നല്ലതാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, അത് ജനങ്ങൾ തന്നെയാണെന്നത് ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി SDP പറഞ്ഞുകൊണ്ട് വ്യാപകമായി വീടുകളിൽ കയറി CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 19 വാർഡുകളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ബോർഡ് തന്നെ പൊളിച്ചതിന്റെ കേസുമായി ബന്ധപ്പെട്ട് മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഉണ്ടോ എന്ന് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ ബോർഡ് പോലും ഒരു പാർട്ടിക്കാരും പൊളിച്ചിട്ടില്ല. പക്ഷെ മതിലകം പഞ്ചായത്തില് 11ാം വാർഡില് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. ആരാണ് ചെയ്തത്? പാണ്ഡപറമ്പത്ത് ഞങ്ങളൊക്കെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു സഖാവാണ് മജീദ് മകൻ ഷാനവാസാണ് ആ സംഭവം ചെയ്തത്. മതിലകം സ്റ്റേഷനിൽ നിന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെല്ലിപ്പൊളിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കൂ, ജനാധിപത്യത്തിൽ എത്രയോ വൃത്തികെട്ട രീതിയാണ് ചെയ്തിരിക്കുന്നത്. അവരെ അവസാനിക്കുന്നില്ല. സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി കീറ അവിടെയും കഴിയുന്നുണ്ടോ? ആ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ആ റിസൾട്ട് വന്നു കഴിഞ്ഞ സമയത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു സഖാവ് PH റിയാസ്.
നിയാസും അമീറും ഉൾപ്പെടെയുള്ള ആളുകൾ വന്നുകൊണ്ടാണ് ഇവിടെ രജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അത് നിഷ്ഠൂരമായ രീതിയിൽ ഇവിടുത്തെ മർദ്ദം പറ്റത്. അതിനും ഈ മധുരം മങ്ങാടി സാക്ഷ്യം വഹിച്ചതാണ്. ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഈ ജനാധിപത്യ സമൂഹം കണ്ടതല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ഒരാൾക്കുമ്പോൾ നിഷേധിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാലം തങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ച ഒരു കുടുംബമാണ് സൈനുദ്ദീൻ മാഷിന്റെ കുടുംബം. ആ സൈനുദ്ദീൻ മാഷിന്റെ കുടുംബത്തില് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റിയ കുറെ നയങ്ങളിലുള്ള പ്രതിഷേധങ്ങളിൽ ആ ചെറുപ്പക്കാരനും ആ സഹോദരിയും അവിടെ പ്രതിഷേധിച്ചു. പാർട്ടിയുടെയും പഞ്ചായത്തിന്റെയും പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞു. പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞു, ഗ്രാമസഭകളിൽ പറഞ്ഞു, പല രീതിയിലും പറഞ്ഞിട്ട് തങ്ങൾക്ക് നീതിയല്ല കിട്ടുന്നതെന്നും ജനാധിപത്യ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നും ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ കൂടെ നിഷേധിക്കാനും അവർ നോക്കി. പക്ഷെ ഇവർ ചെയ്തത് എന്താണ്? ഒരു ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല, വെറും അരമണിക്കൂറിന്റെയോ 3/4 മണിക്കൂറിന്റെയോ വ്യത്യാസത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്ന് അതിനിഷ്ഠൂരമായ രീതിയിൽ ആക്രമിക്കുന്നു. ഇത് ജനാധിപത്യത്തിൽ വളരെ മോശമായ ഒരു കാര്യമല്ലേ? ജനാധിപത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് എന്താണ്? ആശയപരമായ സംവാദത്തിലൂടെയും ജനകീയ സമരങ്ങളിലൂടെയും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടുകളും ജനാധിപത്യ സമൂഹത്തിന്റെ ചിന്താഗതികളും ജനങ്ങളോട് സംവദിക്കേണ്ടതാണ്. കയ്യൂക്കിന്റെ രാഷ്ട്രീയത്തിലേക്കല്ല ജനാധിപത്യത്തെ കൊണ്ടുപോകേണ്ടത്. എവിടെയാണ് ആ ജനാധിപത്യം എന്ന് അതിനെ പറയാൻ കഴിയുക? അതിനൊക്കെ പറയാൻ കഴിയുന്നത് ഏകാധിപത്യ പ്രവണത എന്നല്ലേ? ഒരു ചെറുപ്പക്കാരന് നിഷ്ഠൂരമായ രീതിയിൽ ആക്രമിക്കുന്നു. ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും ഈ സംഘം അക്രമത്തിന് ഇരയാക്കപ്പെടുന്നു. ഇതേ ആളുകൾ ചേർന്ന് ആക്രമിക്കുന്നു. അക്രമ രാഷ്ട്രീയത്തിനോ നിങ്ങൾ എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? ചരിത്രമൊന്ന് പരിശോധിക്കണം. നന്ദിഗ്രാമിന്റെയും സിംഗൂരിന്റെയും എന്തിനു പറയുന്നു, അതിന്റെ അപ്പുറത്തേക്കൊന്നും പോണ്ട. കണ്ണൂർ ജില്ലയിലെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള രാകേഷിന്റെ പഞ്ചായത്തില്, മുണ്ടേരി പഞ്ചായത്തില് എങ്ങനെയാണ് നിങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടെന്നുള്ളതും നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അതാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ചത്. ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് ജനങ്ങൾ തന്നെയാണ്. അതിന്റെ സൂചനയാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനില്ല വോട്ടിംഗ് പാറ്റേൺ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ചിത്രം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അങ്ങനെ ആക്രമിക്കുന്നു. ഒരു ഭാഗത്ത് സമൂഹത്തിന് നേരെ അക്രമം നടത്തുന്നു, മറുഭാഗത്ത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി UDFന്റെ സ്വന്തം സ്ഥാനാർത്ഥി നിസാര വോട്ടുകൾക്കുള്ള പരാജയപ്പെട്ടിട്ട് പിറ്റേ ദിവസം തന്നെ സ്ഥാനാർത്ഥി നന്ദി പറയുന്നതിന് വേണ്ടി ഇതേ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നന്ദി പറയാൻ പോകുമ്പോഴും ഈ പറയുന്ന ഇടതുപക്ഷക്കാരൻ പച്ചത്തെറിയാണ് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥി തങ്ങൾ വോട്ട് ചെയ്ത വോട്ടർമാരോട് നന്ദി പറയാൻ വേണ്ടി പോകുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ സംസ്കാരത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ വീട്ടിലും വന്നിട്ടുണ്ടല്ലോ പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വോട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ചീത്ത വിളിക്കുകയോ അതല്ലെങ്കിൽ വേറെല്ല രീതിയിൽ ഒരു ആക്ഷേപം നടത്തുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പറയട്ടെ. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി പ്രവർത്തകര് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുഫ്സില ശിഹാബ് നന്ദി പറയാൻ വേണ്ടി പോകുമ്പോൾ പോലും ഒരു ഭാഗത്ത് ചീത്ത വിളിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെയും കഴിയുന്നില്ല. ഇവരുടെ ക്രിമിനൽ മനോഭാവ സ്വഭാവത്തെ കുറിച്ച് മതിലകം പള്ളിയിലെ ഹത്തീബാണ് സദർ ഉസ്താദ്. ആ സദർ ഉസ്താദിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ മതിലകം പഞ്ചായത്ത് വോട്ടർമാർക്ക്, ഇവിടുത്തെ മഹല്ല നിവാസികൾക്ക് മതിലകം ഹത്തീബിന്റെ മൊബൈലിൽ നിന്നും കിടക്കുന്നുണ്ട്. ഹത്തീബിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിക്കാൻ കഴിയുമോ? ഒരു ജനാധിപത്യ രാജ്യത്ത് തങ്ങൾക്ക് ഏതിഷ്ടമുള്ള വസ്ത്രം കഴിക്കാനും ഭക്ഷണം കഴിക്കാനും രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനും രാജ്യത്തിന്റെ ഭരണഘടന അവകാശം കൊടുക്കുമ്പോൾ ആ അവകാശങ്ങൾ മതിലകം പഞ്ചായത്തിൽ അനുവദിക്കില്ല, ഇല്ലെങ്കിൽ മതിലകത്ത് അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണെന്ന്? അതിന് ജനാധിപത്യം എന്ന് പറയാൻ കഴിയുമോ? അതൊരിക്കലും ജനാധിപത്യമല്ലല്ലോ.
നിരന്തരമായ രീതിയിൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യാ, ആക്രമിക്ക എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ്? നിങ്ങളുടെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് കാണുന്നത്? ഇവരുടെ വിഷയങ്ങൾ വേറെയൊന്നുമല്ല. 61 വർഷം എന്ന് പറയുമ്പോൾ 6.5 പതിറ്റാണ്ട് കാലം മുതലകത്തിന്റെ പഞ്ചായത്ത് രാഷ്ട്രീയം ഇല്ലെങ്കിൽ മുതലകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിന് കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അത് പ്രതിപക്ഷമാവട്ടെ ഏത് പാർട്ടിയുമാവട്ടെ കൃത്യമായി ഇടതുപക്ഷത്തെ അഡ്രസ് ചെയ്തു പോയിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഇടതുപക്ഷത്തെ കൃത്യമായി അഡ്രസ് ചെയ്തു. ആ അഡ്രസ് ചെയ്യൽ തന്നെയായിരുന്നു ഇവരുടെ പ്രകോപനവും. എല്ലാം എന്ന് നിഷേധിക്കാൻ കഴിയുമോ? എല്ലാം എന്ന് നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് ഭരണക്കവരോട് ആധികാരികമായ രീതിയിൽ തന്നെയാണ്. എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഷേധിക്കൂ, നിങ്ങൾ നിഷേധിക്കൂ. ഞാൻ മുകളിൽ സൂചിപ്പിച്ച വിഷയങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്കും ഇതുപോലെ മൈക്കെട്ടി പറയാൻ കഴിയുമല്ലോ. ജനാധിപത്യ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പറയൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് ജനാധിപത്യം. ഇല്ല എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറയാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മധുരകം അങ്ങാടി മധുരകം പഞ്ചായത്ത് എന്ന് പറയുന്നതും ആരുടെയും കുത്തകയല്ല. ഇവിടെ നികുതി ജീവിക്കുന്ന ഏതൊരു പൗരനും ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്തൊക്കെ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടോ എല്ലാ അവകാശങ്ങളും ഈ നാട്ടിലെ പൗരന്മാർക്കുണ്ട്. ഒരാളുടെ കുത്തകയല്ല. തങ്ങൾ പറയുന്നത് വിശ്വസിച്ചാൽ മതി, തങ്ങൾ പറയുന്നത് കേട്ടാ മതി എന്ന് പറയുന്ന എന്ത് രാഷ്ട്രീയമാണത്? എന്ത് രാഷ്ട്രീയമാണത്? അതാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യ സമൂഹം ഉണരേണ്ടതുണ്ട്, ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറ നമ്മളോട് ചോദിക്കും നമ്മളൊക്കെ എവിടെയായിരുന്നു എന്നുള്ളത്. 11ാം വാർഡിൽ ഇലക്ഷൻ നടന്നു. 30 വോട്ടുകൾക്ക് UDFന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമ്പോൾ വളരെ കൃത്യമായി വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 18ഓളം UDFന്റെ അടിയറച്ച വോട്ടുകൾ 10ാം വാർഡിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു. ഒന്നാലോചിക്കണം. 10ാം വാർഡിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു. UDFന്റെ അടിയറച്ച വോട്ടുകള് 11ാം വാർഡിൽ ചെയ്യേണ്ട വോട്ടുകള് 10ാം വാർഡിലേക്ക് കൊണ്ടുപോയിട്ടിരിക്കുന്നു. വോട്ടർ പട്ടിക ഞങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ മുമ്പിലുമുണ്ടല്ലോ. എന്തിനു പറയുന്നു? ഒരു വാർഡിൽ 11ാം വാർഡിൽ താമസിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായ അനുഭവം. ഭർത്താവിന്റെ വോട്ട് മദ്രസയിൽ 11ാം വാർഡിൽ, ഭാര്യയുടെ വോട്ട് ഓളച്ചമ്മാവിൽ. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു വാർഡിലാണ് താമസിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. അത് മാത്രമല്ല വിഷയം, അത് മാത്രമല്ല വിഷയം. ഇതേ 11ാം വാർഡില് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തില് പടിയൂര് പഞ്ചായത്തില് 10ാം വാർഡില് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫിറോസിന്റെ വോട്ട് പോലും കിടക്കുന്നത് ഈ മധുരകം പഞ്ചായത്തിലെ 11ാം വാർഡിലാണ്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തില് പടിയൂര് പഞ്ചായത്തില് 10ാം വാർഡില് LDFന്റെ സ്ഥാനാർത്ഥി ഫിറോസിന്റെ വോട്ട് പോലും 11ാം വാർഡിൽ കിടക്കുന്നു. എന്റെ ശബ്ദം ശ്രമിക്കുന്ന സാധാരണക്കാരായ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികള്, ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയും നിങ്ങൾക്ക് എന്ത് വെട്ടിക്കൂടെ എന്ന്. നിങ്ങൾക്ക് എന്ത് വെട്ടിക്കൂടെ എന്നായിരിക്കും അടുത്ത ചോദ്യം. ഈ 11ാം വാർഡിന്റെ ബൂത്ത് ഇൻചാർജറായിരുന്നു കാട്ടുപറമ്പിൽ ഷംസുദ്ദീൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ. മധുരകം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിരവധി വോട്ടുകൾ വെട്ടാൻ കൊടുത്തു. നിരവധി വോട്ടുകളാണ് വെട്ടാൻ കൊടുത്തത്. ആ വോട്ടുകൾ വെട്ടിയില്ല. ജനാധിപത്യത്തില് നിങ്ങൾ പറയുന്നുണ്ടല്ലോ വോട്ട് ചേർക്കലും വോട്ട് വെട്ടലും ജനാധിപത്യമാണെങ്കിൽ എന്തുകൊണ്ട് UDFന്റെ ബൂത്ത് ഇൻചാർജറായിരുന്ന കാട്ടുപറമ്പിൽ ഷംസുദ്ദീൻ കൊടുത്ത വോട്ടുകളെ ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി വെട്ടാൻ കൂട്ടാക്കിയില്ല? മറിച്ചൊന്ന് ചിന്തിക്കണം. മധുരകം പഞ്ചായത്തില് പടിഞ്ഞാറ് താമസിക്കുന്ന ആളുകൾക്ക്, എന്തിനു പറയുമ്പോൾ മറ്റു വാർഡുകളിൽ കിടക്കുന്ന ആളുകൾക്ക്, LDFന്റെ കുടുംബങ്ങൾക്ക് 11ാം വാർഡിൽ വോട്ട് ചേർത്താനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഈ പറയുന്ന വോട്ടുകൾ ചേർത്തിയപ്പോൾ അത് വെട്ടാൻ വേണ്ടി കൊടുത്തിട്ട് അത് വെട്ടാനുള്ള ഒരു ധാർമ്മിക അവകാശം പോലും കാണിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ആവരുത്, അത് പഞ്ചായത്തിന്റെ സെക്രട്ടറി ആവണം.
90,000 രൂപ ശമ്പളം നിങ്ങൾക്ക് തരുന്നത് പാർട്ടി ഓഫീസുകളിലോ പാർട്ടി നേതാക്കന്മാരുടെ വീടുകളിലോ അല്ല. പാവപ്പെട്ട എന്റെയും നിങ്ങളുടെയൊക്കെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ സമൂഹത്തിന്റെ നികുതി പണത്തിൽ വിട്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാര് ജനപ്രതികൾക്കായാലും ശരി, സർക്കാർ ഉദ്യോഗതലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരായാലും ശരി, നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞങ്ങളുടെ നികുതിപ്പണമാണ്. ഞങ്ങളിട്ടിരിക്കുന്ന ഈ ഷർട്ടിന്റെയും ചെരുപ്പിന്റെയും ടാക്സിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള ചിന്ത എന്റെ ശബ്ദം ശ്രമിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരും ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും ഈ വിഷയത്തില് നമ്മളോട് പറയുകയാണ്, എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാനിപ്പോഴും അടിവരയിട്ട് പറയുന്നു, നിങ്ങളുടെ ഈ വിജയങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ്. ചരിത്രത്തിലെവിടെയും ഏകാധിപതികളും സ്വേച്ഛാധിപതികളും എല്ലാ കാലത്തും വാങ്ങിട്ടില്ല എന്നുള്ള ചരിത്രം എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി തമ്പുരാക്കന്മാര് മനസ്സിലാക്കി വെക്കുന്നത് എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ശബ്ദം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ കയ്യിൽ കിടക്കുന്ന വോട്ട് തന്നെയാണ്. ആ വോട്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഉറങ്ങിക്കഴിഞ്ഞാല് നേരം വെളുക്കുന്നതല്ല. രാഷ്ട്രീയ ഭൂപടം എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. എല്ലാ കാലവും അങ്ങനെ കിടക്കില്ല. അങ്ങനെ വോട്ടർ പട്ടികയിൽ നടന്നിട്ടുള്ള അവസ്ഥകളാണ് ഈ പറയുന്നത്. മറിച്ചോ സുൽഫി മേനോന്റെ വാർഡില്, ആ വാർഡിൽ പോലും താമസിക്കാത്ത ആളുകൾക്ക് വോട്ട് ചേർത്താനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ എത്ര മോശമായ രീതിയിലാണ് ഇവർ സമീപിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾക്ക് അടിവരയിട്ട് പഞ്ചായത്തിന്റെ അധികാരികൾ പുതിയ പ്രസിഡന്റ് ഭരണമേറ്റിട്ടുണ്ട്. പുതിയ പ്രസിഡന്റിനോടും ഭരണസമിതിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ തരുന്ന നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്നുള്ളത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. പഞ്ചായത്ത് പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിൽ നിന്ന് മത്സരിപ്പിക്കുമ്പോഴും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ജനങ്ങളാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങള് അങ്ങനെയല്ല. നേരത്തെ ഉദ്ഘാടക പ്രാസംഗികൻ കുട്ടപ്പേട്ടൻ സൂചിപ്പിച്ച പോലെ ഒരു വിഷയം ഇവിടെ കിടക്കുന്നുണ്ട്. മിനി എന്ന് പറയുമ്പോൾ 50 വർഷക്കാലം പിന്നിടുന്നു. അന്നത്തെ കാലത്ത് മിനി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആ തലമുറക്കും ആ കാലഘട്ടത്തിൽ ജനതക്കും അത് ആവശ്യമായിരുന്നു. കഴിഞ്ഞ ഏകദേശം 1 മാസം മുമ്പാണ് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ഈ പ്രദേശത്ത് വരികയും ആ സ്ഥലം സന്ദർശിക്കുകയും മിനിനുള്ളിൽ അവസ്ഥകൾ നോക്കുകയും കാണുകയും ഉണ്ടായി. കണ്ടതിന്റെ അടിസ്ഥാനത്തില് അവർ പോലും അത്ഭുതപ്പെട്ടു പോകുന്നു. മിനിയുടെ കയ്യേറ്റം നടന്നിരിക്കുന്നു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മളെന്ന് ആലോചിക്കേണ്ടതുണ്ട്, എവിടേക്കാണ് നമ്മുടെ വ്യവസായ ശാലകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിന്റെ അവസാനത്തെ ലേറ്റസ്റ്റ് വിഷയമായി നിൽക്കുന്നത്, ആ വിഷയത്തിൽ നിൽക്കുന്ന അവസാനത്തെ സംഘ നിലപാട് മിനി അളക്കാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു വിഷയം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ടൈമിലാണ്, ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ടൈമിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനി അളക്കുന്നതിന്റെ വിശദമായ വിവരങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസിലേക്കും പഞ്ചായത്തിലേക്കും പോയപ്പോൾ അന്ന് ഭരണസമിതിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്, മിനി അളക്കാനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വില്ലേജ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കടലാസ് എവിടെയാണെന്ന് വില്ലേജ് ഓഫീസർ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ ഈ സമയം വരെയും അതിന്റെ കത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയം വരെയും അതിന്റെ കത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു സാധാരണക്കാരനായ പൗരനും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളിപ്പോ ഒരു കടയിൽ പോയി സാധനം മേടിച്ചാൽ അതിന്റെ ബില്ല് സൂക്ഷിക്കണമെന്നില്ല. കാരണം നിങ്ങൾ ആ ബില്ല് കളയും. പക്ഷേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡിക്കലാണ്. അവർ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും റെക്കോർഡിക്കലായിരിക്കണം. കാരണം അവർക്ക് സ്റ്റാഫുകളുണ്ട്, പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട്, വാഹന സൗകര്യങ്ങളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. മിനിയുമായി ബന്ധപ്പെട്ട് അളക്കുന്നതിന്റെ കത്ത് താലൂക്ക് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഈ സമയം വരെയും അതിന്റെ കത്ത് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല.
അങ്ങനെ വ്യാജ പ്രചരണങ്ങളിൽ തങ്ങൾ വികസനത്തിന്റെ ആളുകളാണെന്ന് ഒരു ഭാഗത്തു കൂടെ പറയുകയും എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ സമൂഹം ചിന്തിക്കുക. 61 വർഷക്കാലം മതിലകം പഞ്ചായത്ത് പിന്നിടുമ്പോൾ പഴയകാലത്ത് കാരണന്മാരുണ്ടാക്കി വെച്ച ബിൽഡിംഗ് അല്ലാതെ എന്ത് സംവിധാനമാണ് മതിലകത്തുള്ളത്? എന്ത് വികസനമാണ് മതിലകത്തുള്ളത്? എന്ത് തൊഴിൽ സംരംഭങ്ങളാണ് മതിലകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവട്ടെ, സ്ഥലം MLA-യുടെ ആവട്ടെ, ഗ്രാമപഞ്ചായത്തിന്റെ ആവട്ടെ, എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു വികസനവുമില്ല. എന്നാലോ വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്ന ഒരു പഞ്ചായത്താണ് മതിലകം പഞ്ചായത്ത്. അത് വേറെ അർത്ഥത്തിൽ വികസനമുണ്ട്. ആർക്കാണ് ആ വികസനങ്ങള്? ഇങ്ങനത്തെ കോൺട്രാക്ടർമാർക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ, എണ്ണി പറയാൻ കഴിയും മതിലകത്തിന്റെ പഞ്ചായത്തിന്റെ രാഷ്ട്രീയത്തില് എന്റെ ബാക്കിൽ കിടക്കുന്ന ഈ പറയുന്ന ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുമ്പൂർ മൊഴി മോഡലിലാണ് പറഞ്ഞത്. എത്ര രൂപയാണ് പൊടിച്ചു കളഞ്ഞത്? എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ? മതിലകം പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ വികസനമായിട്ട് കൊട്ടിയാഘോഷിച്ച സംവിധാനമാണ് മജീദക്കയിൽ ഉൾപ്പെടെയുള്ള ചായക്കടകള് തല്ലിപ്പൊളിച്ചു കളഞ്ഞു. ഒരു വിശുദ്ധ റംസാൻ മാസത്തിൽ കൊല്ലം 4-ആവാൻ പോകുന്നു. എവിടെയാണ് പഞ്ചായത്ത് ഭരണസമിതി പുനരധിവാസം കൊടുത്തിട്ടുള്ളത്? പല ആളുകളും ഇന്ന് വാടക കെട്ടിടത്തിലേക്ക് വളരെയധികം വലിയ ഭീമമായ തുക കൊടുത്തുകൊണ്ടാണ് പലരും കച്ചവടം ചെയ്യുന്നത്. കാരണം തങ്ങളുടെ കുടുംബം ജീവിക്കേണ്ടതുണ്ട്. ജീവിക്കാൻ വേണ്ടിയാണ്. എത്രയോ പണിക്കാർക്ക് തൊഴിലുണ്ടായിരുന്നു. ആ പറയുന്ന സംഗതി റോഡ് വികസനത്തിന്റെ ഒന്നര പേര് പറഞ്ഞുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞിട്ട് വർഷം 4-ആവാൻ പോകുന്നു. ഈ സമയം വരെ മരുന്ന് പുനരധിവാസം പറഞ്ഞിട്ടില്ല. ഒരു തറക്കല്ലിട്ട് നിർത്തിയിരിക്കുകയാണ്. ആ തറക്കല്ലിൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്നതാണോ ആ വികസനം? കാരണം വിശ്വസിക്കാൻ കഴിയുന്നില്ല. 15 വർഷക്കാലമായിട്ടും കളിസ്ഥലം തരാത്ത ഇവര്, 20 വർഷക്കാലമായിട്ടും മിനിസ് വിശേഷം തരാത്ത ഇവര്, കുടിവെള്ളം ഒന്നും കിട്ടാത്ത തനിയാകുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന കച്ചവടക്കാരുടെയും പുനരധിവാസം നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? എങ്ങനെ വിശ്വസിക്കാൻ കഴിയോ? അപ്പോൾ പറയും ഞങ്ങൾ ലെറ്റർ പേഡ് എഴുതി തരാമെന്ന്. ഇതുപോലെ ഒരുപാട് ലെറ്റർ പേഡുകള് എഴുതി തന്നിട്ടുണ്ട്. കളിസ്ഥലത്തിന്റെ കാര്യത്തിൽ, ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ ലെറ്റർ പേഡുകളൊന്നും ഒരു വിലയുമില്ല എന്ന് തെളിയിച്ചവരാണ് ഈ പഞ്ചായത്ത് ഭരിച്ചവര്. നിങ്ങളൊന്ന് ആലോചിക്കണം. ആ കടകൾ ആവേശം മൂത്ത് പൊളിച്ചു കളഞ്ഞു. കൊല്ലം 4-ആയിട്ടും കൃത്യമായ രീതിയിൽ അതിന്റെ പുനരധിവാസ പാക്കേജ് കണ്ടെത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന കാര്യമാണ്. ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വികസനമാണ് ഇവരെ ശക്തമെങ്കിൽ എന്തുകൊണ്ട് ഇരിക്കുന്ന പാർട്ടി ഓഫീസ് പൊളിക്കാൻ ഇവർ തയ്യാറായില്ല? അങ്ങനെ വികസനമാണ് ഇവരുടെ മുമ്പിലുള്ള അജണ്ടയെങ്കിൽ ആദ്യം പൊളിക്കേണ്ടത് ഇവിടെയായിരുന്നില്ലേ? എന്തുകൊണ്ട് പൊളിച്ചില്ല? ഇത് വികസനമായിരുന്നില്ല. ചില ആളുകളോടുള്ള, ഒരു പ്രദേശത്തോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുകയായിരുന്നു തങ്ങൾക്കുണ്ടായ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതല്ലാതെ ഒന്നും ആ വിഷയത്തിലില്ല. മതിലകത്ത് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും വളരെ ചിത്രം വ്യക്തമല്ലേ ആ വിഷയത്തില്? എന്നിട്ട് എന്താണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ? കുറെ സൈക്കിളുകൾ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നു. ഇന്ന് മുമ്പുണ്ടായതിനെക്കാട്ടും വളരെ വലിയ ബ്ലോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പറമ്പിൽ ബസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും മിറാശ് കൊടുങ്ങല്ലൂരിൽ നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തെ കൂടെ കടന്നു വന്നാൽ 2 ബസ്സുകൾ അങ്ങോട്ട് കൂട്ടിമുട്ടി മതിലേ സെന്ററിൽ വന്നാൽ അപ്പോൾ കാണാം റോഡിന്റെ ബ്ലോക്ക്. അത് മാത്രമാണോ? മറ്റു വാഹനങ്ങള് ഈ പറയുന്ന ബീച്ച് റോഡിലുള്ള സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോൾ എത്രമാത്രം ബ്ലോക്കുകളാണ് അവിടെ അനുഭവപ്പെടുന്നു. മുൻപ് കടകൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ബ്ലോക്ക്. ഒന്നാലോചിച്ച് നോക്കേണ്ടതുണ്ട്. എവിടെയാണ് വികസനം എന്ന് പറയുന്നത്? എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? അപ്പൊ ഞാൻ മുകളിൽ സൂചിപ്പിച്ച പോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവരുടെ ഐഡിയോളജികള് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന ഈ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി ജനാധിപത്യ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയും കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഈ മതിലകം പഞ്ചായത്തില് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. നമുക്കറിയാം, കയ്പമംഗലത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇരിങ്ങാലക്കുട വണ്ടികളും അതുപോലെ തന്നെ മറ്റു
അഴീക്കോട് വണ്ടികളും എല്ലാം ആ ബസ് സ്റ്റാൻഡിൽ വരുന്നുണ്ട്. നമ്മുടെ മതിലകം ബസ് സ്റ്റാൻഡ് എങ്ങനത്തെ ബസ് സ്റ്റാൻഡ് ആയിരുന്നു ഈ മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതി വാഗ്ദാനം ചെയ്തത്? വൈറ്റില ഹബിനെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊല്ലം എത്ര കഴിഞ്ഞു? വൈറ്റില ഹബ് പോയിട്ട് എന്തിനു പറയുന്നു? മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് പള്ളിവളവ് പാലത്തിന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ കൂടെ ബസ്സുകാർക്ക് പോലും പെർമിഷൻ ഇല്ല. ഇരിങ്ങാലക്കുട ബസ്സിന് പോലും നമ്മുടെ ഈ നാട്ടിലേക്ക് ഒരു പെർമിഷൻ ഇല്ല എന്ന് എത്ര പേർക്കറിയാം? അവർക്ക് പാലത്തിന്റെ അപ്പുറത്തേക്ക് പിരിഞ്ഞു പോകാം. പക്ഷെ മതിലകത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ ആളുകളുടെ യാത്രയെ മാനിച്ചുകൊണ്ടാണ്, അവരുടെ നന്മ, അവരുടെ കനിവാണ് ഇവിടെ വരെ ബസ് വരുന്നത്. അവർക്ക് അവിടെ തിരിച്ചു പോകാം. അവരുടെ പെർമിറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഒരു പെർമിറ്റ് സംവിധാനം പോലും ഈ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കോ ഈ സമയം വരെ ഉറപ്പുവരുത്താൻ കഴിയാത്ത ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ്, പോളക്കോത്ത ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വികസന വാഗ്ദാനങ്ങൾ, അതിൽ വീണു പോകുന്ന ഒരു സമൂഹം. എത്രയോ കാലമായി ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മതിലകം പഞ്ചായത്തിലെ ഒരു കിടത്തി ചികിത്സാ ഹോസ്പിറ്റല് എത്ര കാലമായി ഭരണസമിതിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും 300, 350, 400 രൂപ കൊടുത്ത് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്ന അവസ്ഥയാണ് മതിലകത്തുകാർക്കുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കണം. 10-25,000 വോട്ടർമാരുള്ള പഞ്ചായത്തിന് കിടത്തി ചികിത്സാ സംവിധാനമില്ല. ബംഗ്ലാങ്കട ഹോസ്പിറ്റല് അത് പൂട്ടിക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ അവിടുത്തെ ഡോക്ടറിന് പോയി സംസാരിച്ചപ്പോൾ അവിടെ കണ്ട ഒരു ഭയാനകമായ ഒരവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മുള കൂട്ടുന്നൊരു റൂമുണ്ട്. ആ റൂമിന് കൃത്യമായൊരു ഫാൻ സംവിധാനമില്ല. കരണ്ട് പോയി കഴിഞ്ഞാല് ആളുകൾ എന്തോ ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്ന പോലത്തെ ഒരവസ്ഥയാണ്. കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ കരണ്ട് പോകുമ്പോൾ ജനറേറ്റർ സംവിധാനം അവിടെ ഉറപ്പുവരുത്തേണ്ടത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉത്തരവാദിത്തമാണ്. എന്തിനാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആളുകളെ വെച്ചിരിക്കുന്നത്? തങ്ങളുടെ നാട്ടിലെ ആരോഗ്യ മേഖലയില് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഉത്തരവാദിത്തമുണ്ട്. മതിലകം പഞ്ചായത്തിലെ ഹെൽത്ത് സെന്ററിലെ ഫെസിലിറ്റി സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എത്ര വട്ടം അപേക്ഷകൾ കൊടുത്തു? എന്തിനു പറയുന്നു? ഈ മതിലകം ജാറത്തിന്റെ തൊട്ടടുത്ത മൂലയിലുള്ള സബ് സെന്ററിൽ ഒരു ഡോക്ടറെ വെച്ച് തരൂ. ആ സബ് സെന്ററിൽ, ഈ ജാറത്തിന്റെ മൂലയിലുള്ള ആ സബ് സെന്ററിൽ ഒരു ഡോക്ടറെ വെച്ച് തരൂ. ഈ കിടിങ് പോലെയുള്ള, മതിലകം പോലെയുള്ള, കിഴക്കുംപുറം പോലെയുള്ള, മട പോലെയുള്ള, ഈ പറയുന്ന ഐനിക്കാരമ്പലത്തിന്റെ പ്രദേശം പോലെയുള്ള ആളുകൾക്ക് ഒരു ഡോക്ടറെ വെച്ച് കഴിഞ്ഞാൽ അത്രയും എളുപ്പമാവും. ബംഗ്ലാഗ്രാമിലെ തിരക്ക് കുറക്കാൻ കഴിയും. ബംഗ്ലാഗ്രാമിൽ ഒരു ECG സംവിധാനമില്ല, ഒരു സ്കാനിംഗ് സംവിധാനമില്ല. ഫെസിലിറ്റി സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് നമുക്കിവിടെ ആ രീതിയിലേക്ക് വരുന്നില്ല? എത്രയോ ഫണ്ടുകള് MLAയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി വായനശാലകൾക്കും ലൈബ്രറികൾക്കും കൊടുക്കുമ്പോൾ സാധാരണക്കാരന് ഒരു ഹെൽത്ത് സെന്റർ സംവിധാനത്തിന്, ഒരു ഫെസിലിറ്റി സംവിധാനം വർദ്ധിപ്പിക്കാനുള്ള ഫണ്ടുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും നിയമസഭാ MLAയുടെ ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ആരോഗ്യ മേഖലയെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? തൊഴിൽ മേഖലയെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനുമാണ് പഞ്ചായത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഇവരെ വിടുന്നത്. എന്തുത്തരവാദിത്തമാണുള്ളത്? അവസാനം ആ പറയുന്ന ബംഗ്ലാഗ്രാമിലെ ഡോക്ടർ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തു. ജനറേറ്റർ സംവിധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വരെ പരാതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. കഴിഞ്ഞ ഏകദേശം 4-3 ഗ്രാമസഭകൾക്ക് മുമ്പ്, 3-5 മാസങ്ങൾക്ക് മുമ്പ് ഗ്രാമസഭ നടന്നപ്പോൾ ആരോഗ്യ മേഖലകളിലേക്ക് പഞ്ചായത്ത് മാറ്റിവെക്കുന്ന ഫണ്ടുകൾ മാറ്റിവെക്കുന്നതിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ നെട്ടിപ്പോകും. ലക്ഷക്കണക്കിന് രൂപയാണ് പഞ്ചായത്ത് അധികാരികള് ഈ പറയുന്ന മേഖലയിലേക്ക് മാറ്റിവെക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ജനറേറ്റർ സംവിധാനം പോലും അവിടെ ഇല്ല. ഒന്നാലോചിച്ച് നോക്കാം. അവിടെ അതേപോലത്തെ അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പടിഞ്ഞാറൻ മേഖലയിൽ
ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്, വളരെ സജീവമാണ്. 2 ഡോക്ടർമാരുണ്ട്, ഫെസിലിറ്റി സംവിധാനങ്ങളുണ്ട്. എന്താണ് കിഴക്കൻ മേഖലയിലെ മനുഷ്യന്മാരും മനുഷ്യരല്ലേ? അവരും വോട്ടർമാരല്ലേ? അവരും നികുതി അടക്കുന്നവരല്ലേ? അവർക്കുമില്ല അവരുടേതായ ശബ്ദങ്ങളും അവകാശങ്ങളും. എന്തുകൊണ്ട് ഹനിക്കപ്പെടുന്നു എന്നുള്ളത് എന്റെ ശബ്ദം ശ്രമിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന മനുഷ്യര് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അത് മാത്രമാണോ? റോഡുകളുടെ അവസ്ഥകളൊന്ന് എടുത്തു നോക്കൂ. പടിഞ്ഞാറൻ മേഖലയിലെ റോഡുകള്, ഉള്ളേരിയിലെ റോഡുകള് ഒന്നെടുത്തു നോക്കണം. എന്താണ് നമ്മുടെ റോഡുകളുടെ അവസ്ഥ? മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സംഗതിയാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ഒരു പൗരന്റെ അവകാശമാണ്. ആ പൗരാവകാശം പോലും, ആ ജന്മാവകാശം പോലും സാധാരണക്കാരന് നിഷേധിക്കപ്പെടുന്നു. ഇലക്ഷൻ പ്രക്രിയകളാവുമ്പോൾ റോഡുകൾ പണിയുന്നു, ലൈറ്റുകൾ ഇടുന്നു. പിന്നീട് കട്ടാതാവുമ്പോഴും പൊട്ടിപ്പൊളിയുമ്പോഴും അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ഉണ്ടാവുന്നില്ല. ഇത് ചർച്ച ചെയ്യണ്ടേ? ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്യുന്നതിന് നിങ്ങൾ പേരിടുന്ന പേരാണ് തീവ്രവാദം, ഭീകരവാദം. ഒരു ഡോക്ടർ വേണമെന്ന് പറയുന്നത്, മരുന്ന് ലഭ്യത വേണമെന്ന് പറയുന്നത്, നല്ല റോഡുകൾ വേണമെന്ന് പറയുന്നത്, വ്യവസായശാലകൾ വേണമെന്ന് പറയുന്നത്, ഡോക്ടറുടെ സംവിധാനം വേണമെന്ന് പറയുന്നത്, നല്ല അംഗനവാടികൾ വേണമെന്ന് പറയുന്നത്, ഇങ്ങനെ പറയുന്നതെല്ലാം തീവ്രവാദമാണെങ്കിൽ ഒരു സംശയവുമില്ല, ഞങ്ങൾ അടിയുറച്ച തീവ്രവാദികൾ തന്നെയാണ്. ഒരു നാടിന്റെ സ്വപ്നങ്ങളെ കുറിച്ച്, നാടിന്റെ വിശാലതയെ കുറിച്ച് സംവദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങൾ വിളിക്കുന്ന തീവ്രവാദ ചാപ്പയും ഭീകരവാദ ചാപ്പയും ആര് വിലവെക്കുന്നു? ഇതൊന്നും വിലവെക്കാൻ ഞങ്ങൾക്ക് സമയവുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെയുള്ള ചർച്ചകളുടെ പിന്നാലെ പോകാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിഷയങ്ങൾ ഒരുപാടാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. പോളക്കുളം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് പോളക്കുളം നവീകരിച്ചത്. പോളക്കുളത്തിന്റെ കരാറുകൾ എടുത്തു നോക്കുമ്പോൾ 2.5 ലക്ഷം രൂപയോളമാണ് അതിന്റെ കരാർ എസ്റ്റിമേറ്റ് കാണിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരാശം വെച്ചു. ആ വിവരാശത്തിൽ പറയുന്നത് ഫണ്ട് കൊടുത്തിട്ടില്ല എന്ന്. സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറയുന്നത് ഫണ്ട് കൊടുത്തു എന്ന്. ആരുടെ വാക്കാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ആധികാരികമായി തരുന്ന വിവരാവകാശത്തിന്റെ വാക്കാണോ, ആധികാരികമായി അവിടെ ഇരിക്കുന്ന സെക്രട്ടറിയുടെ വാക്കാണോ വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് നമ്മൾ ആരുടെയും അടിമകളാവേണ്ടവരല്ല. നമ്മൾക്ക് കൃത്യമായി രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന അവകാശങ്ങളുണ്ട്. ഈ രാജ്യത്ത് ഒരു പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ പഞ്ചായത്ത് രാജിന് ഇവർ തോട്ടന്മാർക്ക്, ഇവർ ജനാധിപത്യ സമൂഹത്തിന് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളൊക്കെ മതിലകത്ത് ജനാധിപത്യ സമൂഹത്തിന് കിട്ടണം, കിട്ടിയേ പറ്റൂ. അതിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറയാനും ഇത് ചോദിച്ചു വാങ്ങാനുമാണ് പഞ്ചായത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് വാർഡ് മെമ്പർമാരെ തെരഞ്ഞെടുത്തു വിടുന്നത്, ബ്ലോക്ക് മെമ്പർമാർ തെരഞ്ഞെടുത്തു വിടുന്നത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ തിരഞ്ഞെടുത്തു വിടുന്നത്, MLA-മാരെയും MP-മാരെയും തെരഞ്ഞെടുത്തു വിടുന്നത്. പക്ഷേ കാലം ഇത്രയുമായിട്ടും മതിലകത്തിന്റെ വികസനം ഇപ്പോഴും കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം കളിസ്ഥലം യാഥാർത്ഥ്യമാവണം, കുടിവെള്ളം എല്ലാ പൗരന്മാർക്കും കിട്ടണം. നിങ്ങൾ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ സഫയിലെ വിജയിപ്പിക്കാനും ജലീൽക്കായോടും ചോദിക്കൂ. 100 രൂപ കൊടുത്താണ് പല കുടുംബങ്ങളും ഇന്ന് വെള്ളം മേടിച്ച് കുടിക്കുന്നത്. എവിടെയാണെന്ന് ആലോചിക്കണം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന സാംസ്കാരിക ജില്ല എന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മതിലകം പഞ്ചായത്തിലെ 11-ാം വാർഡിലെ അവസ്ഥയാണ്. ഇന്നും 17-ാം വാർഡിലെ പഴയ 17-ാം വാർഡിലെ ആളുകള് വെള്ളം കിട്ടാക്കനിയായി വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവുണ്ട്. ഏകദേശം 7ഓളം പഞ്ചായത്തുകളില് കുടിവെള്ളം പഞ്ചായത്ത് ഭരണസമിതികള് ഉറപ്പാക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എറിയാട് പഞ്ചായത്ത് മുതൽ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വരെ കുടിവെള്ളത്തിന്റെ ലഭ്യത പഞ്ചായത്ത് ഭരണസമിതി ഉറപ്പുവരുത്തണമെന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. ഈ മേഖലകളെ പരിഗണിക്കണം. ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമാണ് വഴിയും കുടിവെള്ളവുമെല്ലാം. ആ കുടിവെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ
പഴയ പടിഞ്ഞാറൻ മേഖലയിലെ 17-ാം വാർഡില് വെള്ളം കിട്ടാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മാസങ്ങൾക്ക് മുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ ഈ ഉള്ളവരുൾപ്പെടെയുള്ളവര് സമരം നടത്തിയത്. പറയുന്ന ന്യായീകരണങ്ങളാണ് പൈപ്പ് പൊട്ടി എന്നുള്ളത്. വർഷം എത്രയും നമ്മൾ കേൾക്കുന്നത് പൈപ്പ് പൊട്ടി എന്നുള്ളത്. പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നന്നാക്കണം. അതിനാൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളെയും തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളെ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്, മനുഷ്യർക്ക് അനുവദിച്ചു തന്നിട്ടുള്ള എല്ലാ അവകാശങ്ങളും ജനങ്ങളിലേക്ക് ഇന്നും കിട്ടിയിട്ടില്ല. അടിയന്തരമായി പുതിയ ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കളിസ്ഥലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം. കളിസ്ഥലത്തെ ഇനിയും നിങ്ങൾ ഈ മതത്തിന്റെ യുവാക്കളുടെ ചിരകാലമായ ശക്തമായിട്ടുള്ള കളിസ്ഥലത്തെ നിങ്ങൾ ഇനിയും എന്ത് ചെയ്യരുത്, കാത്തിരിപ്പിന്റെ വേളയിലേക്ക് കൊണ്ടുപോകരുത്. അതുകൊണ്ട് കളിസ്ഥലം മതത്തിന് യാഥാർത്ഥ്യമാവണം. പള്ളിനടയിലേക്ക് പോയ സിവിൽ സ്റ്റേഷൻ മതിലകത്തിൽ തരണം. KP രാജേന്ദ്രൻ പറഞ്ഞ വാക്ക് മതിലകത്തെ ഭരണസമിതി, പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLA-യും ഉറപ്പുവരുത്തണം. മതിലകത്തിന് മിനി സിവിൽ സ്റ്റേഷൻ തന്നേ കഴിയൂ. കാരണം നിങ്ങൾ തന്ന വാക്കാണ്, നിങ്ങൾ തന്ന ഉറപ്പാണ്, ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തെ നിങ്ങൾ പരിഗണിച്ചേ പറ്റൂ, പരിഗണിക്കണം. കാരണം ഞങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ്. ഞങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങളുടെ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള് നടത്തേണ്ടതുണ്ട്. ഇതൊരു ജനതയുടെ സ്വപ്നമാണ്. ഞങ്ങളെ മതിലകത്തെ സംബന്ധിച്ച് കിടത്തി ചികിത്സ ഹോസ്പിറ്റല് ആവശ്യമാണ്. ഞാൻ മുതൽ സൂചിപ്പിച്ച കളിസ്ഥലം ആവശ്യമാണ്, കുടിവെള്ളം ആവശ്യമാണ്, ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. പട്ടിയും പൂച്ചയും കയറി കിടക്കുന്ന കുറ്റ്ലക്കടവ് ഹോസ്പിറ്റല് ഈ ബ്ലോക്ക് ഡെവലപ്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ പോയിരുന്നു. ഈ കുറ്റ്ലക്കടവ് ഹോസ്പിറ്റലിനെ താലൂക്ക് ഹോസ്പിറ്റലാക്കി പരിഗണിക്കണം, താലൂക്ക് ഹോസ്പിറ്റലാക്കി ഉയർത്തണം, ഫെസിലിറ്റി സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണം. ഡോക്ടറുടെ ലഭ്യത പോലും ഉറപ്പല്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ പോയപ്പോൾ ഡോക്ടറുടെ സംവിധാനം പോലും കുറ്റ്ലക്കടവ് ഹോസ്പിറ്റലില്ല. ഒരു ഡോക്ടറും ഇല്ല എന്നാണ് പറയുന്നത്. ബ്ലോക്ക് ഡെവലപ്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും അതിലിടപെടേണ്ടതുണ്ട്. അങ്ങനെ കുറ്റ്ലക്കടവ് ഹോസ്പിറ്റലിനെ താലൂക്ക് ഹോസ്പിറ്റലാക്കി പരിഗണിക്കണം. മതിലകം ജനതയ്ക്ക് ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യമാണ്. ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നേ പറ്റുള്ളൂ. ഈ ബംഗ്ലാങ്കട ഹോസ്പിറ്റലിലേക്ക് ജനറേറ്റർ സംവിധാനങ്ങളും മറ്റു ഫെസിലിറ്റി സംവിധാനങ്ങളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ സബ് സെന്ററിലേക്ക് ഞങ്ങൾ ഒരു ഡോക്ടർ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ സബ് സെന്ററുകൾക്ക് ഡോക്ടർ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങളുടെ പണിയെടുക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കണം. അതിനാണ് ജനങ്ങൾ നിങ്ങളെ അവിടെ തെരഞ്ഞെടുത്തിട്ടുള്ള കാര്യം ജനപ്രതിനിധികളും മറക്കരുത്. അതുകൊണ്ട് ഇനിയും ഞങ്ങളെ ക്ഷമയെ, ഇനിയും ഞങ്ങളുടെ അവകാശത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പുച്ഛിച്ച് തടയേണ്ടതില്ല. അങ്ങനെ പുച്ഛിച്ച് തള്ളാനാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ ജനാധിപത്യ രീതിയിലൂടെ തന്നെ മതിലകം ജനത വരും നാളുകളിൽ നിങ്ങൾക്കുള്ള മറുപടി വരുമെന്ന് അധികം വിദൂരമല്ല. ആ കാലമെന്നും നിങ്ങൾ ഓർത്തുവെച്ചോ. അതുകൊണ്ട് മതിലകത്തിൽ ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യമാണ്, മിനി സിവിൽ സ്റ്റേഷൻ അത്യാവശ്യമാണ്. ബംഗ്ലാങ്കട ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി സംവിധാനത്തെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മിനിയുടെ അളവ് എത്രയും പെട്ടെന്ന് അളക്കാനുള്ള സംവിധാനം നടത്തേണ്ടതുണ്ട്. അതിന്റെ പേപ്പർ വർക്കുകൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ സ്കെച്ച് വില്ലേജ് ഓഫീസർക്ക് മിനിയുടെ വ്യവസായ ഉദ്യോഗസ്ഥന്മാര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അളവ് ഉടൻ തന്നെ നടക്കുമെന്നാണ് ഞങ്ങളും മതിലകം ജനതയും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മിനിയുടെ അളവ് വേണം. 1 ഏക്കർ 46 സെന്റ് സ്ഥലം അവിടെ ഉണ്ട് എന്നുള്ളത് ഭരണാധികാരികളും ഈ പറയുന്ന മിനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉറപ്പുവരുത്തണം. അതുപോലെ അറബുകാർക്കുള്ള ഒരു മാലിന്യ പ്ലാന്റേഷൻ കുറെ നാളുകളായിട്ടിരിക്കുന്നു. നമ്മുടെ പുഴകളിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പുഴകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കനാലിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് ജനങ്ങൾക്ക് ആവശ്യമായ ഒരു കാലത്ത് ജനങ്ങളെ ആശ്രയിച്ചിരുന്ന സ്ഥലമാണ് ഈ കനൂർ കനാല്. ആ കനൂർ കനാലിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. മതിലകം പെരുന്തോടിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിന്റെ വംശത്തെയൊന്നും ഇപ്പോഴല്ല അറിയാ. മഴക്കാലം വരണം. മഴക്കാലം വരുമ്പോഴാണ് ഇതിന്റെ ദുരന്തങ്ങൾ അറിയാ. അതുകൊണ്ട് മുൻകൂട്ടി ഞങ്ങൾ പഴയ ഭരണസമിതിയോട് എന്തൊക്കെയായിരുന്നു ആവശ്യപ്പെട്ടിട്ടുള്ളത്, അതേ ആവശ്യങ്ങൾ തന്നെ വീണ്ടും പുതിയ ഭരണസമിതിയിൽ ഞങ്ങൾ കാണുന്നു. നിങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ
രീതിയിൽ ജനകീയ സമര പരിപാടികൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുകയും ചെയ്യും. ഞങ്ങളെപ്പോഴും ആളെണ്ണത്തിന്റെ കാര്യത്തിലല്ല നോക്കാറ്, ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ജനാധിപത്യ സമൂഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ടുമ്പോൾ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ NMBS വരും കാലങ്ങളിൽ ജനാധിപത്യ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും ഒരു ജനങ്ങളുടെ മതിലകം ജനതയുടെ മതിലകം പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ആ ആവശ്യങ്ങളെ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും മതിലകത്തിന് മുകളിൽ സൂചിപ്പിച്ച പോലെ സിവിൽ സ്റ്റേഷൻ, ഹോസ്പിറ്റല്, വായനശാല, അതുപോലെ തന്നെ മിനിയുടെ കാര്യം, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിഷയങ്ങൾ, ഓട്ടോ ലാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പഴയ ഭരണസമിതിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പുതിയ ഭരണസമിതിയോട് പറയാനും ഞങ്ങൾ തയ്യാറാണ്. അതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ നാട്ടിലാണ് ജീവിക്കുന്നത്. ഒരു തീവ്രവാദവും ഭീകരവാദവും ഞങ്ങൾ ചെയ്യുന്നില്ല. പകൽ വെളിച്ചത്തിലാണ് മതിലകം ജനതയുടെ ആവശ്യങ്ങൾ ഞങ്ങൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സമൂഹത്തിന് മുമ്പിലാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും മതിലകം ജനത ഈ പറയുന്ന ആളുകളുടെ വാക്കുകളിലെല്ലാം വിശ്വസിക്കേണ്ടത് നിങ്ങൾ പ്രവർത്തിച്ചു കാണിക്കണം, അടിയന്തരമായി പ്രവർത്തിച്ചു കാണിക്കണം. നിങ്ങൾക്കൊണ്ട് കഴിയും. 1 കോടി രൂപയാണ് ഈ കടക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ആ 1 കോടി രൂപ എത്രയും പെട്ടെന്ന് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് എന്നും, അതുപോലെ തന്നെ മതിലകത്തിന്റെ ട്രാഫിക് ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ച പോലെ മതിലകം എന്ന് പറയുന്ന പ്രദേശത്തെ ബ്ലോക്കുകൾ ഒഴിവാക്കാൻ കഴിയും. മിനിയുടെ ഉള്ളിലൂടെ വ്യവസായ ശാലകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതിലെ റോഡ് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മതിലകം ഒരു സെൻട്രൽ ഒരു ഹൈവേസ് ഒരു വൺവേ സൈഡ് വാക്കിയാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് മതിലകത്തിന്റെ ട്രാഫിക്കും ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സൂചിപ്പിച്ച വിഷയങ്ങൾ വീണ്ടും പുതിയ ഭരണസമിതിയുടെ മുമ്പിലേക്ക് വെക്കും. അത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കുടിവെള്ളം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റല്, കളിസ്ഥലം, വായനശാല, ഓട്ടോ ലാൻഡിന്റെ പ്രശ്നം, ഒരുപാട് കച്ചവടക്കാര് വാടക കൊടുത്താണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സംവിധാനം പഞ്ചായത്ത് അധികാരികള് ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇവിടുത്തെ മർച്ചന്റിനെയും ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളെയും യൂണിയൻകാരെയും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും ഇരുന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. മതിലകത്തെ ട്രാഫിക്കിന്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ പോകും. അതിനെല്ലാം പുതിയ ഭരണസമിതി മുന്നോട്ട് വരേണ്ടതുണ്ട്. മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങളിൽ വളരെ വ്യക്തവും കൃത്യവുമായ തീരുമാനങ്ങൾ പുതിയ ഭരണസമിതിക്ക് എടുക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സമഗ്രമായ വികസനം മതിലകം പഞ്ചായത്തിൽ അനുവദിക്കുന്ന ഒരു ഫണ്ട് പോലും ലാപ്സാക്കരുത് എന്നാണ് പുതിയ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അഴിമതിയുടെ കഥകള് ഇനി മതിലകം പഞ്ചായത്തിലേക്ക് കൊണ്ടുവരരുത്. കോൺട്രാക്ടർമാരെ തീറ്റിപ്പോട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ വികസനവുമല്ല മതിലകത്തിന് ആവശ്യം. മതിലകത്തുകാർ ഉയർത്തുന്ന, അവരാഗ്രഹിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള വികസനമായിരിക്കണം. നിങ്ങൾ വികസനത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ പുതിയ മെമ്പർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗ്രാമസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഗ്രാമസഭയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് പഞ്ചായത്ത് രാജ് ആ പറയുന്ന വാർഡിൽ എന്തൊക്കെയാണോ അനുവദിക്കുന്നത് അത് കൃത്യമായി ഓരോ വാർഡുകളിലേക്കും മെമ്പർമാര് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവേണ്ടതുണ്ടെന്നും മതിലകത്തിന്റെ സ്വപ്നങ്ങൾക്ക്, മതിലകത്തിന്റെ ആ വികസന സ്വപ്നങ്ങൾക്ക് ഈ പുതിയ ഭരണസമിതി നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ എന്നും പ്രതിപക്ഷ നേതൃത്വം നിലയിലിരിക്കുന്ന ആളുകൾക്ക് അഴിമതിയും സ്വജനപക്ഷപാതവും വിവേചനവും നടക്കുമ്പോൾ കൃത്യമായ രീതിയിൽ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വരും കാലങ്ങളിൽ മതിലകത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. മതിലകത്തെ ജനാധിപത്യ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരും. ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എന്റെ കുടുംബത്തെ കാര്യത്തിന് വേണ്ടിയോ, കുട്ടപ്പന്റെ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയോ, നിഷാദിന്റെ വീട്ടിലെ കാര്യത്തിനോ വേണ്ടിയല്ല എന്ന് മതിലകത്ത് ജനാധിപത്യ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട പഞ്ചായത്ത് രാജ് എന്തൊക്കെ അവകാശങ്ങളാണോ ആ അവകാശങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ കുടിവെള്ളത്തിന്റെ കാര്യത്തില്, റോഡിന്റെ കാര്യത്തില്, ഹോസ്പിറ്റലിന്റെ കാര്യത്തില്, കളിസ്ഥലത്തിന്റെ കാര്യത്തില്, വായനശാലയുടെ കാര്യത്തില്, ട്രാഫിക്കിന്റെ കാര്യത്തില്, മിനിയുടെ കാര്യത്തില്, അറവുകാരുടെ കാര്യത്തില്, വ്യവസായ സംരംഭങ്ങളുടെ കാര്യത്തില്, അതുപോലെ തന്നെ പുതിയ
തലമുറക്ക് വേണ്ട അനുയോജ്യമായ പ്രവർത്തനങ്ങൾക്കുള്ള തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ മതിലകത്ത് ജനാധിപത്യ സമൂഹം ഞങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിക്കണമെന്നും ഞങ്ങൾ ഉയർത്തുന്ന ജനകീയ സമരങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്റെ ശബ്ദം ശ്രമിച്ച മതിലകത്തെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾക്ക് 1000 നിഷ്ഫലമായ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.